നമസ്കാരം സുഹൃത്തുക്കളെ, കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 4 ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? അതായത് മോൺസ് മൗണ്ടനിലാണ് കേട്ടോ. 2028 എന്ത് ചെയ്യുന്നത്? ഈ ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാൻ പോകുന്നത്. ആ ചന്ദ്രയാൻ 4ന്റെ ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശമായിട്ട് കണക്കാക്കുന്നത് എവിടെയാണ്? മോൺസ് മൗണ്ടൻ ആണ്. അതായത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയാണ് കേട്ടോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയാണ് ഇത് മോൺസ് മൗണ്ടൻ എന്ന് പറയുന്നത്. മോൺസ് മൗണ്ടൻ. ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് പ്രോത്സാഹനം നൽകുന്ന ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരിയിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരിയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് പ്രോത്സാഹനം നൽകുന്ന ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാൻ പോകുന്നത് നെട്ടുകാൽത്തേരി. അതേപോലെ നമ്മൾ ഈ പണ്ട് കാലത്ത് പരമ്പരാഗത കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലാണ് എങ്ങനെ? തുന്നിച്ചേർത്ത കപ്പൽ മാതൃക. അതായത് പരമ്പരാഗത ഒരു കപ്പലിന്റെ ഒരു മാതൃകയാണ് ഏത്? ഈ തുന്നിച്ചേർത്ത കപ്പൽ. അതേ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന ഒരു കപ്പൽ നിർമ്മിച്ചു. അതിന്റെ പേരാണ് INSV കൗണ്ടിന്യ. INSV കൗണ്ടിന്യ. INSV കൗണ്ടിന്യ. തുന്നിച്ചേർത്ത പരമ്പരാഗതമായ തുന്നിച്ചേർത്ത കപ്പലിന്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INSV കൗണ്ടിന്യ. ഇനി ജെൻസി നമ്മൾ പറയില്ലേ, എന്താണ് ജെൻസി ലുക്കാണ്, ഇപ്പോഴൊക്കെ ജെൻസി ആണല്ലേ, അങ്ങനത്തെ രീതിയിൽ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് CMS കോളേജ് കോട്ടയത്താണ് കേട്ടോ. ജെൻസി ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ പറയും, പിള്ളേരൊക്കെ പറയില്ലേ ജെൻസി ആണെന്നൊക്കെ പറയില്ലേ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? CMS കോളേജ് കോട്ടയം. CMS കോളേജ് കോട്ടയം. ഇനി നമുക്കറിയാം തൃശ്ശൂരിലെ പടക്ക നിർമ്മാണശാലയിൽ അപകടം ഉണ്ടായില്ലേ. ഇവിടെ തൃശ്ശൂർ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ അപകടം ഓർക്കുന്നുണ്ടല്ലോ. ആ തൃശ്ശൂർ പൂരത്തിന്റെ തൊട്ട് ദിവസം അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ ഏറ്റവും വലിയതുമായ ഗ്രീൻ അമോണിയ പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തേതാണ്, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയതുമായ ഗ്രീൻ അമോണിയ പ്രൊജക്ട് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ്. ഇനി നമുക്കറിയാം SIR ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് SIR അല്ലെ? ാക്കിയപ്പോൾ അതിന്റെ പേരിൽ കേരളത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നതാണ് അല്ലെ. SIR-ൽ ഒരു 1 മിനിറ്റ് SIR-ൽ നടപ്പിലാക്കിയ സമയത്ത് SIR ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. SIR നടപ്പിലാക്കിയത് ആദ്യ സംസ്ഥാനം എവിടെയാണ്? ബീഹാറിലാണ്. SIR നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം കുട്ടനാടാണ്. ആദ്യത്തെ ജില്ല ആലപ്പുഴയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ SIR-ുമായിട്ട് ബന്ധപ്പെടുക. എന്താ SIR-ന്റെ ഫുൾ ഫോം? എന്താണ് SIR-ന്റെ ഫുൾ ഫോം? ഫുൾ ഫോം ചോദിക്കാം. എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ട്ടോ. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഓക്കെ, ഇന്റൻസീവ് റിവിഷൻ ആണ് SIR-ന്റെ ഫുൾ ഫോം. SIR ആദ്യം നടപ്പിലാക്കിയത് ബീഹാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം SIR നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം കുട്ടനാടാണ്. SIR നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല ആലപ്പുഴയാണ്. ഔദ്യോഗികമായിട്ട് നമ്മൾ രാജ്യവ്യാപകമായിട്ട് SIR പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 ഒക്ടോബർ മാസം 27. കണ്ടോ, മാസമൊക്കെ ലാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2025 ഒക്ടോബർ 27 രാജ്യവ്യാപകമായിട്ട് SIR പ്രക്രിയ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിച്ചത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം.
കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇനി നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നു അല്ലെ. 2025 ഏപ്രിൽ മാസം 22 ഏപ്രിൽ മാസം 22 പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് അല്ലെ. ആ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് നമ്മുടെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലും അതുപോലെ തന്നെ പാക് അധീന ജമ്മു കാശ്മീരിലും ഒക്കെ ഭീകരത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഏത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂറിന് ഈ പേര് നാമകരണം ചെയ്തത് ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്തത്. അതില് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് എന്ന ജില്ലയിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് എന്ന ജില്ലയിലാണ്. ഏതാണ് താഴ്വര എന്ന് ചോദിച്ചാൽ ബൈസരൻ താഴ്വരയിലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേന, ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ പ്രദേശങ്ങളിലും ഒക്കെ അവർക്കെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നാമകരണം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈ ചോദ്യം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഏപ്രിൽ 22 നമുക്കറിയാം ഭീകരാക്രമണം നടന്നു. ഏപ്രിൽ 23 അതിന്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു? ഇന്ത്യ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ഭീകരാക്രമണത്തിന് പിന്നാലെ 2025 ഏപ്രിൽ 23 ഇന്ത്യ എന്ത് ചെയ്തു? സിന്ധു നദി ജല കരാറ് മരവിപ്പിച്ചു. അതിന്റെ പിറ്റേ ദിവസം തന്നെ മരവിപ്പിച്ചു കേട്ടോ. ഇനി നോക്കിക്കേ, ഇവിടെ S-400 കൊടുത്തിട്ടുണ്ട്. എന്താ S-400? ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനമാണ് കേട്ടോ. ഇന്ത്യൻ വ്യോമസേനയുടെ, വ്യോമമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനമാണ് S-400 എന്ന് പറയുന്നത്. അത് ഈ S-400 ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേരാണ് സുദർശൻ ചക്ര എന്ന് കേട്ടോ. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഏതാണ്? S-400 അല്ലെ. വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. അത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് സുദർശൻ ചക്ര എന്നാണ്. ഇനി പാകിസ്ഥാന്റെ ഏതാണ്? HQ-9 കേട്ടോ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് HQ-9 എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ പാകിസ്ഥാന്റെ ഏതാണ്? ബുന്യാൽ ഉൽ മർസൂസ് ആണ്. ബുന്യാൽ ഉൽ മർസൂസ് ആണ് ഓപ്പറേഷൻ കേട്ടോ. നമ്മുടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ആണ് ബുന്യാൽ ഉൽ മർസൂസ്. ഇനി ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നു അല്ലെ. ആ പഹൽഗാം ഭീകരാക്രമണത്തില് എന്ത് ചെയ്യണേ? ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്തു? തിരിച്ചടി നൽകി എന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയ 2 വനിതകൾ ആരൊക്കെയാണ്? ഭീകരാക്രമണം നടന്നു, അതിന് ഇന്ത്യ തക്കതായ പ്രതിരോധം തുടങ്ങി എന്ന് അറിയിച്ചത് ആരാണ്? തിരിച്ചടി നൽകിയ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയ 2 വനിതകൾ. പ്രീവിയസ് ചോദ്യമാണ്, ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷി ആൻഡ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ഓക്കെ, അങ്ങനെ ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടന്നു. ആ നടന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സിന്ദൂർ പാലം എന്ന് പുനർനാമകരണം ചെയ്തു. ഇതിനെ കാർനേക്ക് റോഡ് മേൽപ്പാലം, മുംബൈയിലുള്ള കാർനേക്ക് റോഡ് മേൽപ്പാലത്തിന്റെ എന്ത് ചെയ്തു? ആ പേര് മാറ്റിയിട്ട് സിന്ദൂർ പാലം എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ് കേട്ടോ. സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി ഏത് നദിക്ക് കുറുകെയാണ് എന്ന് ചോദിച്ചാൽ ചിനാബ് നദിക്ക് കുറുകെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് 1856 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയാണിത് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിന്റെ 1856 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ് സാവൽകോട്ട് എന്ന് പറയുന്നത്. അത് ചിനാബ് നദിയിലാണ് തുടക്കം കുറിക്കുന്നത്. ഇനി നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, MRNEGS. തൊഴിലുറപ്പ് പദ്ധതി ഇതുവരെ നമ്മൾ എന്താ പേര് പറഞ്ഞത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ എന്താണ് അതിന്റെ പേര് മാറ്റി? എന്താ അതിന്റെ പേര്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് കേട്ടോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് കേട്ടോ. അജീവിക മിഷൻ ഓക്കെ ആണോ? അതായത് ഗ്രാമീൺ, ശ്രദ്ധിക്കണേ, ഗ്രാമീൺ
ഇവിടെ ശ്രദ്ധിക്കണേ, ഗ്രാമീൺ എന്ന് ബ്രാക്കറ്റ് ഇടുക. VB എന്താ? വികസിത് ഭാരത് ഷോർട്ട് ആക്കിയിട്ടാണ്. VB GRAM ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ റോസ്ഗാർ പിന്നെന്താ A ആജീവിക മിഷൻ. ഓക്കെ, GRAM എന്നിട്ട് എന്തിടുക? G എന്നിടുക. ഇതാണ് അതിന്റെ ഷോർട്ട് ഫോം കേട്ടോ. ഇതുവരെ 100 തൊഴിൽ ദിനങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 125 തൊഴിൽ ദിനങ്ങളായി കേട്ടോ. എത്രയാണ് കൂട്ടിയത്? 25 തൊഴിൽ ദിനങ്ങൾ കൂട്ടി 125 ആയി. ആദ്യം സ്റ്റേറ്റ് ഗവൺമെന്റ് 10% ഇതിൽ നിന്നുള്ള വിഹിതം എടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കേണ്ട വിഹിതം 40%. 2024 വരെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത വിഹിതം 10%. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം 40% കേട്ടോ. ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്നത് ഹരിയാനയിലാണ്, 400 രൂപയാണ്. രണ്ടാമത് സിക്കിമാണ്, 389 രൂപ. കേരളം 369 രൂപ. ഇതിനു മുമ്പ് 346 രൂപയായിരുന്നു. അത് 23 രൂപ കൂട്ടിയിട്ടാണ് 369. ചോദിച്ച ചോദ്യമാണ്, എത്ര രൂപയാണ് പുതിയതായിട്ട് വർദ്ധിപ്പിച്ച തൊഴിലുറപ്പിന്റെ വേതനം ചോദിച്ചിട്ടുണ്ട്. 23 ആണ്. 346 പ്ലസ് 23 369. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി ഏറ്റവും കുറവ് വേതനം, ഏറ്റവും കൂടുതൽ ഹരിയാന, രണ്ടാമത് സിക്കിം, മൂന്നാം സ്ഥാനത്ത് കേരളം. കേരളത്തിന്റെ 369, 23 രൂപയാണ് കൂട്ടിയത്. ഇനി ഏറ്റവും കുറവ് വേതനം അരുണാചലിലും നാഗാലാൻഡിലുമാണ്. അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡിലാണ് 241 രൂപയാണ്. ഇനി ഫിഫ ഒരു സമാധാന പുരസ്കാരം കൊടുത്തത്. ഫിഫ സമാധാന പുരസ്കാരം കൊടുത്തത് ആർക്കാണ്? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമാണ് കേട്ടോ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ഡൊണാൾഡ് ട്രംപ്. നല്ല ആളാണ് അല്ലെ? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. അതേപോലെ ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്? 2025 ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. ഇനി നമുക്കറിയാം നമ്മുടെ സെൻസസ് ഒക്കെ നടക്കാൻ പോവാണ് അല്ലെ? ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാ? പഠിച്ചോളനെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ സെൻസസ് 2027 മാർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ്? വരും കേട്ടോ, ചോദ്യം എന്തായാലും വരും. മൃത്യുഞ്ജയ് കുമാർ നാരായണൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ഓക്കെ, ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. നമുക്ക് എക്സാമിന്റെ തലേ ദിവസം ആകുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളെല്ലാം നിങ്ങൾക്ക് കറണ്ട് അഫെയർ ആയിട്ട് തരാം കേട്ടോ. എല്ലാവർക്കും നന്ദി.